തുടർന്ന് നെല്ലിക്കമൺ താബോർ IPC സഭയുടെ ചരിത്ര വഴികളിലൂടെ അല്പം മിനിറ്റുകൾ സഞ്ചരിക്കാം. അതിനായി ബ്രദർ ഷിബു മുള്ളങ്കാട്ടിനെ ക്ഷണിക്കുന്നു. പെന്തക്കോസ്ത് എന്ന പേരിൽ മറുഭാഷ പറയുന്ന കുറെ ആളുകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവരെ വീട്ടിൽ വിളിച്ചു വരുത്തി കുശലം പറയുകയോ ഭക്ഷണ സാധനങ്ങൾ നൽകുകയോ ചെയ്യരുത്. നമ്മുടെ വീടിന്റെ വൃക്ഷച്ചുവട്ടിൽ പോലും അവരെ ഇരുത്തരുത്. അവരാടുകളുടെ വേഷം ധരിച്ച ചെന്നായ്ക്കളാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പൗരോഹിത്യ സഭകളുടെ ഇടയന്മാർ പുറപ്പെടുവിച്ച ഇടയ ലേഖനമാണിത്. ഒരു നൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ യഹോവയെ അന്വേഷിച്ചവർക്കായി ദൈവ നിക്ഷേപങ്ങളുടെ കലവറ തുറന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നമ്മളെ വളർത്തി. നൂറുകണക്കിന് വിശ്വാസ സമൂഹത്തെ ഈ ദേശത്ത് ദൈവം നമുക്ക് നൽകി. വിദ്യാഭ്യാസമില്ലെന്ന് പറഞ്ഞ് സമൂഹത്തിൽ നമ്മളെ ഒറ്റപ്പെടുത്തിയവരുടെ വിദ്യാസമ്പന്നരായ പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് നൽകി. ശ്രീ രാജു അബ്രഹാം സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ 5 വൻകരകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം നെല്ലിക്കൺ സഭയുടെ സാന്നിധ്യം. എല്ലാത്തിനും ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. നെല്ലിക്കൺ എന്ന ഗ്രാമത്തിന് പേരും പെരുമയും ഉണ്ടാക്കിയ സഭയാണിത്. ഈ ഗ്രാമം പോലും അറിയപ്പെടുന്നത് നെല്ലിക്കൺ സഭയുടെ പേരിലാണ്. അത്രയ്ക്ക് ഈ സമൂഹത്തോടെ ഇഴകിച്ചേരുവാൻ നമുക്ക് കഴിഞ്ഞുള്ളത് ഏറ്റവും അഭിമാനം നൽകുന്ന കാര്യമാണ്. സഭയുടെ 100 വർഷത്തെ ചരിത്രം പറയാൽ നിങ്ങളെല്ലാം ഇവിടെ ഇരുന്നു തരേണ്ട വരും. ചിലപ്പോൾ ദിവസങ്ങൾ പോയെന്നിരിക്കും. അങ്ങനെ ഒരു സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. വിശദമായ ചരിത്രങ്ങൾ ദൈവഹിതമെങ്കിൽ നമ്മൾ പുറത്തിറക്കുന്ന സുവനീറിൽ പ്രസിദ്ധീകരിക്കും. അതുകൊണ്ട് എല്ലാ പേരുകളും ഇവിടെ പരാമർശിക്കുവാൻ സാധിക്കുന്നില്ല. ദയവായി ക്ഷമിക്കുക. ഒരുപക്ഷെ ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നയാളുടെ പേര് പറഞ്ഞില്ലല്ലോ, ഇന്ന ചരിത്രം പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ മനസ്സിൽ തോന്നാം. അത് സ്വാഭാവികമാണ്. പരിമിതമായ സമയം കൊണ്ട് നമുക്ക് പറ്റത്തില്ല. എല്ലാം വിശദമായി നമ്മുടെ സ്മരണയിൽ പ്രസിദ്ധീകരിക്കുന്നതാണെന്ന കാര്യം മുൻകൂർ ജാമ്യമായി ഞാൻ പറയട്ടെ. പെന്തക്കോസ്ത് ഉപദേശ സത്യമായി 1924 പാസ്റ്റർ K. എബ്രഹാം റാന്നിയിലെത്തുന്നത്. അന്ന് തുടക്കം കുറിച്ച കൂട്ടായ്മയാണ് ഇന്നത്തെ താബോർ നെല്ലിക്കമൺ സഭ. അയന്തിയിൽ ഭവനക്കാർ ദാനമായി നൽകിയ സ്ഥലത്ത് ഒരു ഓലഷെഡ് വെച്ച് നമ്മുടെ ആരാധന ആരംഭിച്ചു. പാഴ്മരങ്ങളിൽ നിന്ന് നാം വിശേഷിപ്പിക്കുന്ന വട്ടയും മരുതിയും അറുത്തുണ്ടാക്കി 4 തൂണിൽ ഒരു ഷെഡ് വെച്ചാണ് ആരാധന നടത്തിയത്. ചാണകം കൊണ്ട് മെഴുകിയ തറയിൽ പനമ്പ് വിരിച്ച ഇരിപ്പിടങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പരിമിതമായ സാഹചര്യങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ശക്തമായി. പക്ഷെ K. എബ്രഹാമിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ പ്രിയ അപ്പച്ചന്മാരായ വിളയിൽ മത്തായിച്ചൻ, വേങ്ങാത്തോട്ടത്തിൽ കുട്ടിയച്ചൻ, കാരമേലിൽ മത്തായിച്ചൻ, കപ്പമാമൂട്ടിൽ കുഞ്ഞോമാച്ചൻ എന്നിവരെ ദൈവം ആ സമയത്ത് ഇവിടെ ഒരുക്കി. വേർപാടിനും വിശുദ്ധിക്കും അവർ പ്രാധാന്യം കൊടുത്തു. വിശ്വാസത്തിന്റെ 6ാം ഇന്ദ്രിയം അവർക്കുണ്ടായിരുന്നു. ഒരു കോംപ്രമൈസിനും അവർ തയ്യാറല്ലായിരുന്നു. ചികിത്സയ്ക്ക് പോയിരുന്നില്ല. വിശ്വാസത്താൽ രോഗസൗഖ്യം അവർ പ്രാപിച്ചു. കവുങ്ങ്, വെറ്റില കൃഷി എന്നിവ പാടില്ല എന്ന് അവർ തീരുമാനിച്ചു. പെരുന്നാളുകളിൽ പങ്കെടുക്കുവാൻ വിലക്കുകൾ ഏർപ്പെടുത്തി. കേസ് കൊടുക്കുവാനും പുകയില ഉപയോഗിക്കാനും പാടില്ല എന്ന കാര്യം പറയട്ടെ. ഇന്ന് കേസുകൾ പെരുകുന്ന കാലത്ത് ഈ സഭയിലെ ഒരു അംഗം ചെങ്ങന്നൂരിൽ നിന്നും റാന്നിയിലേക്ക് വരുന്ന വഴി പ്ലാങ്ങവൺ ജംഗ്ഷനിലെത്തിയപ്പോൾ ഒരു റാസ കണ്ടു. അദ്ദേഹം ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി ഈ റാസയുടെ പിന്നാലെ യാത്ര ചെയ്തു. അടുത്ത ഞായറാഴ്ച സഭയിലെത്തിയപ്പോൾ ഒരു നോട്ടീസ്, 3 മാസം കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കുക. ഓവൽറ്റിൻ കഴിച്ചതിന് കൂട്ടായ്മയിൽ നിന്ന് ഒഴിച്ചു നിർത്തി. എന്താ ഓവൽറ്റിൻ നിന്ന്? ബോൺബിറ്റ പോലുള്ള സാധനമാണ്, പാലിന്റെ തിട്ട് കുടിക്കുന്ന സാധനം. ഇതൊക്കെ തെറ്റോ ശരിയോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. പക്ഷെ മാതാപിതാക്കൾ അവരുടെ വേർപാടിന്റെ വിഷയത്തിൽ കാർക്കശ്യം പുലർത്തിയവരായിരുന്നു. പാസ്റ്റർ K. എബ്രഹാമിന്റെ ആത്മകഥയിൽ നെല്ലിക്കമൺ സഭയെ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. അന്ന് തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന 20 സഭകളിൽ ഒന്നാണ് നെല്ലിക്കമൺ സഭ. അന്നുണ്ടായിരുന്ന 24 ശുശ്രൂഷകന്മാരിൽ 4 പേർ നെല്ലിക്കമൺ സഭയിലെ അംഗങ്ങളായിരുന്നു എന്നത് ഏറ്റവും അഭിമാനകരമാണ്. 1935 IPC ആന്ധ്രയിലെ ഏരൂരിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ അതിൽ ഒപ്പിട്ട 16 പേരിൽ ഒരാൾ നെല്ലിക്കമൺ സഭാംഗമായിരുന്നു.
നമ്മുടെ വേങ്ങാത്തോട്ടത്തിലെ ബേച്ചാന്റെ പിതാവ്, വേങ്ങാത്തോട്ടത്തിലെ കുട്ടിയച്ചൻ എന്ന അറിയപ്പെടുന്ന പാസ്റ്റർ വി തോമസ്. എത്ര അഭിമാനം നൽകുന്ന വസ്തുത. കഷ്ടതയുടെ കനൽ വഴിയിലൂടെയാണ് നമ്മുടെ സമൂഹം യാത്ര ചെയ്തത്. നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടവും ദുരിതവും ദുഃഖവും സഹിച്ചു. പെന്തക്കോസ്ത് ഉപദേശം സ്വീകരിച്ചതിന്റെ പേരിൽ പഴിയും ദുഷയും നിന്നയും അവർ സഹിച്ചു. സ്വന്തം ഭവനത്തിൽ നിന്നും അവർ പുറത്താക്കപ്പെട്ടു. പട്ടിണിയും പരിവട്ടവും കൂടപ്പിറപ്പായിരുന്നു. കുടയില്ലാത്തതിനാൽ മഴ പെയ്യുമ്പോൾ വാഴയിലെയും ചേമ്പിലെയും ചൂടി നടന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. വെളിച്ചത്തിനായി ചൂട്ടുകെട്ടുകൾ ഉപയോഗിച്ച നാളുകൾ മറക്കാൻ പറ്റില്ലല്ലോ. എത്ര പ്രതികൂലം വന്നാലും അവർ ആരാധനയ്ക്ക് മുടക്കം വരുത്തിയിരുന്നില്ല. അവർ ദേശത്ത് സാക്ഷ്യമുള്ളവരായി ജീവിച്ചു. ഒരാളെ കണ്ടാൽ പറയും അവൻ പെന്തക്കോസ്തുകാരനാ, അവൻ നെല്ലിക്കവൻ സഭാംഗമാ. ആളുകൾ കൂട്ടത്തോടെ ഈ സഭയിലേക്ക് വരുവാൻ തുടങ്ങി. പെന്തക്കോസ്ത് ഉപദേശ സത്യങ്ങളിൽ അവർ അടിയുറച്ച് വിശ്വസിച്ചു. കേരള പെന്തക്കോസ്ത് ചരിത്രത്തിൽ പ്രിയപ്പെട്ട സാഹിച്ചാൽ അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 1938 നെല്ലിക്കവൻ സഭയിൽ ഒരു ഉണർവ് നടന്നു. 40 ദിവസത്തെ ഉപവാസം ഇവിടെ നടക്കുക. കിലോമീറ്ററുകൾ സഞ്ചരിച്ച ആളുകൾ കൂട്ടമായി ഈ ആരാധനാലയത്തിലേക്ക് എത്തുകയാണ്. അന്ന് അവരൊരു പാട്ട് പാടി, ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗഭാഗ്യങ്ങൾ വെടിഞ്ഞു എന്നുള്ള പാട്ട് പാടിക്കൊണ്ടാണ് അവർ യാത്രയിൽ ഇവിടെ എത്തിച്ചേരുന്നത്. അന്ന് കരിയമ്പ്ലാവ് സ്കൂളിലെ 2 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ഒന്ന് കുര്യൻ തോമസ്. അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുത്ത് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. രണ്ടാമത്തെ ആള് MS ജോസഫ് എന്നാണ് പേര്. അദ്ദേഹം എന്തിനാ വന്നെന്നറിയാമോ? പക്ഷെ കെ ഇബ്രഹാമിനെ ഉപദ്രവിക്കാൻ വേണ്ടിയാ വന്നത്. പക്ഷെ ദൈവവചനം ശ്രമിച്ചപ്പോൾ ആ ജോസഫ് എന്ന ബാലൻ അലറിക്കരഞ്ഞ് പ്രസംഗകന്റെ കാൽക്കൽ വീണ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ആ ജോസഫ് ആരെന്ന് നിങ്ങൾ അറിയണ്ടേ? പാസ്റ്റർ MS ജോസഫ്. തമിഴ്നാട്ടിലെ ദേശത്ത് ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയ്ക്കിടെ വേല ആരംഭിച്ച് പിന്നീട് IPC തമിഴ്നാട് സ്റ്റേറ്റ് പ്രസിഡന്റായി മാറിയ പാസ്റ്റർ MS ജോസഫ്. ആരാണ് ആ കുര്യൻ തോമസ്? ഉത്തരേന്ത്യയുടെ ഊക്ഷര ഭൂമിയിൽ ഇന്ത്യയിലെ ബില്ലി ഗ്രഹാം എന്നറിയപ്പെടുന്ന ഡോക്ടർ കുര്യൻ തോമസ് ETRC. നമ്മുടെ സഭ ഒരു മിഷണറി സഭയായിരുന്നു. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് ഈ യാത്ര മുന്നോട്ട് പോയത്. ആ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനം 60 പേർ സ്നാനപ്പെട്ടു. കപ്പമാമ്പൂട്ടിൽ പടിക്കലുള്ള തോട്ടിൽ ചിറകെട്ടിയാണ് അന്ന് സ്നാനം നടത്തിയത്. പക്ഷെ കെ ഇബ്രഹാം, പക്ഷെ കെ ചെറിയാൻ എന്നിവർ സ്നാന ശുശ്രൂഷ നിർവഹിച്ചു. ഒരുപാട് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഈ സഭയിൽ അന്നുണ്ടായി. റൂമാലിട്ട് സൗഖ്യം പ്രാപിച്ച അനുഭവങ്ങൾ നിങ്ങൾക്ക് പലർക്കും പരിചിതമാണ്. വെട്ടുമല മത്തായി അപ്പച്ചന്റെ സഹധർമ്മിണിക്ക് കോളറ രോഗം ബാധിച്ച് മരണത്തോട് മല്ലടിക്കുന്ന സമയം പാസ്റ്റർ കെ ഇബ്രഹാമിനെ അവർ വിളിച്ചു വരുത്തി. പക്ഷെ രോഗി കിടന്ന മുറിയിൽ അവിടെ ജനനിബിഡമാണ്. ഒരുപാട് സ്ത്രീകളുണ്ട്. അകത്തോട്ട് കയറാൻ കഴിയുന്നില്ല. കെ ഇബ്രഹാം അപ്പച്ചൻ പോക്കറ്റിൽ നിന്നും ഒരു തുവാല എടുത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ആ സഹോദരിയുടെ ശരീരത്തിൽ കൊണ്ടിടാൻ പറഞ്ഞു. വലിയ തിരക്കാണ്. ആ തുവാല പാസ് ചെയ്ത് ആ മാതാവിന്റെ ശരീരത്തിലിടുകയും മാതാവ് ചാടി എഴുന്നേറ്റു. അത്ഭുത സൗഖ്യം. നിരവധി അത്ഭുത സൗഖ്യത്തിന് ഈ സഭ സാക്ഷ്യമായിട്ടുണ്ട്. പ്രാർത്ഥിച്ചപ്പോൾ ക്യാൻസർ രോഗം സൗഖ്യമായ എത്രയോ അനുഭവങ്ങൾ, പ്രാർത്ഥിച്ചപ്പോൾ മഴ മാറിപ്പോയ എത്രയോ അനുഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ ഈ സഭയ്ക്ക് പറയാനുണ്ട്. ഈ സഭയിൽ ഒരു പ്രാർത്ഥന നടക്കുകയാണ്. പക്ഷേ അതിശയമാണ് അന്ന് പ്രാർത്ഥനയ്ക്ക് ലീഡ് ചെയ്യുന്നത്. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനത്തെ കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ എന്നിങ്ങനെ പറയിപ്പിക്കും. ഇത് കേട്ടുകൊണ്ട് താഴെ ആ ജംഗ്ഷനിൽ കുറച്ച് സുവിശേഷ വിരോധികൾ കൂടി. ഇവിടെ ഹല്ലേലൂയ പറയുമ്പോൾ അവർ കാലുവയ്യ എന്ന് കളിയാക്കാൻ തുടങ്ങി. ഇവിടെ ഹല്ലേലൂയ, അവിടെ കാലുവയ്യ. സംഭവിച്ചെന്താണ് നിങ്ങൾക്കറിയാമോ? അതിൽ നേതൃത്വം നൽകിയ സുവിശേഷ വിരോധികൾ ഒരാള് കൈ പൊക്കിയ പറയുന്നത് കാലുവയ്യ. ഈ കൈ താത്താൻ പറ്റുന്നില്ല. അദ്ദേഹം മണിക്കൂറുകൾ അതേ നിൽക്കുകയാണ്. യോഗം കഴിയുന്നവരെ ഇവിടെ കാത്തുനിന്നു. അവസാനം ഈ ഹാളിനുള്ളിലേക്ക് കയറി വന്നു. പാസ്റ്റർ ജെറിസനോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ പരിഹസിച്ചതാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാസ്റ്റർ അതിശയം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ കരം താഴേക്ക് വീണു. ഇത്തരം അത്ഭുത പ്രവർത്തികൾ നടന്ന മണ്ണാണിത്. നമ്മുടെ മാതാപിതാക്കൾ സഞ്ചരിച്ച വഴി ഇതാണ്. വിശ്വാസത്തിന്റെ അനുഭവമാണിത്. പാസ്റ്റർ കാരമ്പൽ മത്തായിച്ചിനെ മറക്കാൻ പറ്റുമോ? ഒരിക്കൽ അദ്ദേഹം ഈ സഭയിൽ അംഗമാണ്. കീഴ്ക്കുടിലൊരു മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അന്ന് ശക്തമായ മഴ പെയ്തു. ആ മഴയിൽ പാലം ഒലിച്ചുപോയി. അമ്മച്ചി ഭവനത്തിൽ കഴിയുന്നു, രോഗിയായി കഴിയുന്നു. വീട്ടിലെത്തിയേ മതിയാകൂ.
അക്കരെ കിടക്കാൻ ഒരു മാർഗവുമില്ല, തടിപ്പാലമാണ്, ഒലിച്ചുപോയി. ഇക്കരെ നിന്ന് ആ ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് വീട്ടിലെത്തിയേ മതിയാകൂ. ആത്മാർത്ഥമായി കരഞ്ഞു പ്രാർത്ഥിച്ചു. കണ്ണ് തുറന്നപ്പോൾ അക്കരെ എത്തി. ഇത് മാജിക്കല്ല. പുതുതലമുറയോട് എന്റെ സഹോദരനോട് പറയാ, മുതുകാടിന്റെ മാജിക്കല്ല ഞാൻ ഈ വിളിച്ചു പറയുന്നത്, ഈ സഭയിൽ നടന്ന കാര്യമാണ്. ഫിലിപ്പോസിനെ ഗസ്സയുടെ നിർജ്ജന പ്രദേശത്ത് നിന്നും ഒരു ടെലിപ്പോർട്ടിംഗ് സംവിധാനവുമില്ലാതെ അസ്തോദിലെത്തിച്ചെങ്കിൽ ഭാഷക്കാരൻ മത്തായിച്ചനെ പാലത്തിന്റെ ഇക്കരയിൽ നിന്നും ഒരു ടെലിപ്പോർട്ടിംഗ് സംവിധാനമില്ലാതെ അക്കരെ എത്തിച്ചു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഉഗാണ്ടയിൽ നടന്ന സംഭവമല്ല ഞാൻ പറയുന്നത്, നെല്ലിക്കയിൽ നടന്ന സംഭവമാണ് നമ്മുടെ സഭാംഗം. ഒരുപാട് അനുഭവങ്ങൾ പറയാൻ, ഒരുപാട് തിക്താനുഭവങ്ങൾ പറയാനുണ്ട്. കപ്പാമൂട്ടിൽ കുഞ്ഞോമാച്ചൻ, പാസ്റ്റർ കെ ഇ തോമസ് എന്ന ദേവദാസൻ, തൃശ്ശിനാപ്പള്ളിയിൽ വെച്ച് സുവിശേഷ വിരോധികൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ നിന്ന് ചോര ധാരധാരയെ ഒഴുകുകയാണ്, രക്തം വാർന്നൊഴുകുകയാണ്. ആ ഭക്തനായ ദേവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്, എനിക്ക് ലഭിക്കാൻ പോകുന്ന കിരീടത്തിൽ ഒരു രക്തം കൂടി ലഭിച്ചിരിക്കുന്നു. കണ്ടോ, ഭക്തരായ പിതാക്കന്മാരുടെ തലമുറകൾ. നമ്മുടെ വിശ്വാസ സമൂഹം വെറും സാധാരണക്കാരായിരുന്നു, കർഷകരായിരുന്നു. ഇല്ലായ്മയിലും അവർ മറ്റുള്ളവരെ കരുതി. IPCയുടെ വകയായി കുമ്മനാട്ടിൽ നടക്കുന്ന ബൈബിൾ സ്കൂളിലേക്ക് എല്ലാ മാസവും ഇവിടുന്ന് ഉന്തുവണ്ടിയിൽ സാധനം എത്തിക്കുമായിരുന്നു. മുള്ളങ്കാട്ടിൽ മത്തായിച്ചൻ, അയന്തിയിൽ കുട്ടിയച്ചൻ, ഈ അപ്പച്ചന്മാർ എല്ലാ മാസവും 1-ാം തീയതി നെല്ലിക്കമിൽ നിന്ന് ഉന്തുവണ്ടിയിൽ പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെ കുമ്പനാട്ടെത്തിച്ചിരുന്നു. ഇല്ലായ്മയുടെ കാലത്തിലും സഹവൃന്ദങ്ങളെ കരുതുവാനുള്ള കരുത്ത് നമ്മുടെ അപ്പച്ചന്മാർക്കുണ്ടായിരുന്നു. സഭാഹാൾ നിർമ്മാണത്തിൽ 3 ഘട്ടങ്ങളിലായി നടത്തിയത്. അത് വിജയകരമായി പൂർത്തീകരിക്കുവാനിടയായി. 2004 ഓഡിറ്റോറിയവും പുതിയ പാഴ്സണേജും നിർമ്മിച്ചു. ഇതിന്റെ പേരിൽ കഠിനാധ്വാനം ചെയ്ത ഒരുപാട് ദേവസ്വന്മാരുണ്ട്. ഞാൻ അവരുടെ പേരുകൾ പറഞ്ഞാൽ അത് ദീർഘമായ ലിസ്റ്റുകളാണ്. ആരുടെയും പേരുകൾ പറയുന്നില്ല. അവരെയൊക്കെ നന്ദിയോടെ ഓർക്കുകയാണ്. സഭാ സെമിത്തേരിയുടെ ചരിത്രമെടുത്താൽ 35 സെന്റ് സ്ഥലം സെമിത്തേരിക്ക് വാങ്ങിയത് എങ്ങനെയാണെന്ന് പുതിയ തലമുറയ്ക്ക് അറിയാമോ? നമ്മുടെ അപ്പച്ചന്മാർ കയ്യാല കെട്ടിക്കൊടുത്തതിന് പ്രതിഫലമായി ലഭിച്ചതാണ് ആ 35 സ്ഥലം. പണമില്ല കയ്യിൽ, കയ്യാല കെട്ടിക്കൊടുത്ത് പ്രതിഫലമായി കിട്ടിയ സ്ഥലത്താണ്, സൗജന്യമായി കിട്ടിയ സ്ഥലത്താണ് നമ്മുടെ സെമിത്തേരി ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. ഒരു കോൽ കയ്യാല വെക്കുന്നതിന് ഒരു ചക്രമായിരുന്നു അന്ന് പ്രതിഫലമുണ്ടായിരുന്നത്. വിളയിൽ മത്തായി അപ്പച്ചനാണ് കയ്യാല വെച്ചത്. ഉള്ളങ്കാട്ടിൽ മത്തായിച്ചൻ, അയന്തിയിൽ കുട്ടിയച്ചൻ, പുല്ലിൽ തോമാച്ചൻ, വേങ്ങാന്തോട്ടത്തിൽ കുട്ടിയച്ചൻ, ആരമ്മയിൽ മത്തായിച്ചൻ, പ്ലാങ്കൂട്ടത്തിൽ പാപ്പിച്ചൻ എന്നിവർ ആ നിർമ്മാണ പ്രവർത്തനത്തിൽ ഒപ്പം നിന്നു. വിസ്മരിക്കാൻ കഴിയുമോ ഈ ഒരു ചരിത്രം? പുതുതലമുറയ്ക്ക് മനസ്സിലാക്കാൻ ഇന്ന് എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും നമുക്കുണ്ട്. വാഹനം അവിടെ എത്തും. പക്ഷെ ഇതിന്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്ത ഒരു തലമുറ ഉണ്ടായിരുന്നത് ഞാനും നിങ്ങളും വിസ്മരിക്കരുത്. ഇതൊരു മിഷണറി സഭയാണ്. നെല്ലിക്കമൺ സഭയിൽ 100ഓളം മിഷണറിമാർ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചു കിടക്കുകയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ബില്ലി ഗ്രഹാം എന്നറിയപ്പെട്ട ഡോക്ടർ കുര്യൻ തോമസ് ഇറ്റാർസി ഉൾപ്പെടെ അദ്ദേഹമാണ് ഈ സഭയിൽ നിന്ന് ആദ്യമായി ഉത്തരഭാരതത്തിലേക്ക് മിഷണറിയായി പോയത്. എത്രയോ മിഷണറിമാർ. താബോർ നെല്ലിക്കമൺ സഭ ഒരു അന്തർദേശീയ, ഒരു ഇന്റർനാഷണൽ ചർച്ചാണ്. ഏത് ഓണം കേറാ മൂലയിലും ഒരു നെല്ലിക്കമൺകാരനുണ്ട്, നെല്ലിക്കമൺ IPC അംഗമുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷത്തിൽ നൽകുന്നതാണ്. അനുഗ്രഹീതരായ വേദാധ്യാപകർ, പ്രഭാഷകർ, ചർച്ച് ലീഡേഴ്സ്, ഗായകർ, എഴുത്തുകാർ, സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഈ സമൂഹത്തിൽ നിന്ന് ഉയരുവാൻ ഇടയായി. എത്രയോ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വ്യക്തമായ സംഭാവന നൽകുന്ന ഒരുപാട് പേർ സഭാ നേതൃത്വത്തിൽ ഒരുപാട് പേരെത്തി. പ്രിയപ്പെട്ട മുൻ MLA സൂചിപ്പിച്ചല്ലോ, പ്രിയ ഈപ്പച്ചായൻ 2 ടൈം IPCയുടെ നേതൃത്വനിരയിൽ സജീവമായി പ്രവർത്തിച്ചു. ഇപ്പോൾ പ്രിയപ്പെട്ട വർക്കിച്ചായൻ സഭയുടെ ജനറൽ ജോയിന്റ് സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്നു. 100 വർഷങ്ങൾ ഐക്യതയോടെ ഈ സഭയെ ദൈവം നിലനിർത്തി. ഇതൊരു അവിശ്വസനീയമായി തോന്നാം. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതല്ല IPC നെല്ലിക്കമൺ സഭ. ഒരു നിമിഷം കൊണ്ടുണ്ടായതല്ല. കഠിനാധ്വാനം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും ദുരിതങ്ങൾ സഹിച്ചും പട്ടിണി കിടത്തും കെട്ടിപ്പടുത്ത ഒരു സഭയാണിത്. ദൈവത്തിന് നന്ദി പറയുവാൻ ഒരുപാട് വകയുണ്ട്. അത് നമ്മൾ മറക്കല്ലേ. ഇവിടുത്തെ സൺഡേ സ്കൂളും PYP സോദര സമാജവും ഒക്കെ സജീവമായി മുന്നേറുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ശതാബ്ദി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും വിജയപ്രദമായി നടക്കുവാനിടയായി.
അതിന്റെ വിശദമായ വലിയ റിപ്പോർട്ടുകൾ ഇവിടെ അവതരിപ്പിക്കുന്നില്ല. എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുക. ഇടത് കൈ കൊടുക്കുന്ന വലത് കൈ അറിയരുതെന്നുള്ള ഒരു സംവിധാനമുണ്ടല്ലോ. ഒരു പബ്ലിസിറ്റിയും ഇവിടെ ഇല്ല. ഒരുപാട് പേരെ സഹായിക്കുവാൻ ഈ സഭയ്ക്ക് ദൈവം ഇടയാക്കി. സഭയുടെ ആഭിമുഖ്യത്തിൽ വിവാഹ ധനസഹായം നിർധനരായ പെൺകുട്ടികൾക്കൊക്കെ നൽകി, വിദ്യാഭ്യാസ ധനസഹായം നൽകി, ചികിത്സാ സഹായം, ഭവന നിർമ്മാണ സഹായം, സഭാഹോള പാഴ്സനേജ് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു. മിഷൻ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിച്ചു. ഒപ്പം ഇപ്പോഴും സ്കൂൾ വിദ്യാർത്ഥികൾ, സ്കൂൾ തുറക്കുന്ന സമയമാണല്ലോ, കിറ്റുകൾ നൽകുന്ന, പഠന സാമഗ്രികൾ നൽകുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട PYP ഇവിടെയുണ്ട്. സ്വാതന്ത്ര്യ ഭവനം എന്ന പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിന് മനോഹരമായ ഒരു വീട് പൂർണ്ണമായി നിർമ്മിച്ചു നൽകുവാൻ നമ്മുടെ യുവജനങ്ങൾക്ക് കഴിഞ്ഞു. സഭയുടെ സഹകരണത്തോടെ എഡ്യൂക്കേഷൻ സപ്പോർട്ട്, മെഡിക്കൽ സപ്പോർട്ട് തുടങ്ങിയ നിരവധി ക്രമീകരണങ്ങൾ PYP ചെയ്തു. സുവിശേഷീകരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സഭയോട് ചേർന്ന് ഹൈറേഞ്ചിലേക്ക് ഒരു മിഷൻ ട്രിപ്പ് നടത്തുവാനും ഇടയായി. PYP പ്രവർത്തകർ, സഭാംഗങ്ങൾ, പാസ്റ്റർ ഡിലു ജോൺ ഉൾപ്പെടെ അതിശക്തമായി ആ നേതൃത്വത്തിന് അതിന് കാരണമായി തീർന്നു. 2 ദിവസം അവിടെ ക്യാമ്പ് ചെയ്ത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പരസ്യങ്ങളും ഒക്കെ നടത്തുവാൻ, ട്രാക്റ്റുകളൊക്കെ വിതരണം ചെയ്യുവാൻ പ്രിയപ്പെട്ടവർക്ക് കഴിഞ്ഞു. PYPയുടെ ആഭിമുഖ്യത്തിൽ കാത്തിരിപ്പ് യോഗങ്ങളും ചിൽഡ്രൻസ് ക്യാമ്പൊക്കെ ഈ ശതാബ്ദിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുവാൻ പ്രിയപ്പെട്ടവർക്ക് കഴിഞ്ഞു. സഹോദരി സമാജവും സജീവമായി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയാനുള്ളത് സഹോദരിമാരുടെ പ്രാർത്ഥനയാണ്. ഈ ശതാബ്ദി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയിൻ ബ്രയറായി, ഉപവാസ പ്രാർത്ഥനയായി അവർ സജീവമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൂടാതെ നിരവധി പരസ്യങ്ങൾ അവർ ക്രമീകരിച്ചു. നിർധനരായവർക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. ആങ്ങമൊഴി കേന്ദ്രമാക്കി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജാതി മത വ്യത്യാസമില്ലാതെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾക്ക് നൽകുവാൻ കഴിഞ്ഞു. ഒപ്പം ഓമല്ലൂരുള്ള വൃദ്ധസദനം സന്ദർശിച്ച് അവിടെയുള്ള അന്തേവാസികളോടൊപ്പം അവരുടെ സമയം ചെലവഴിക്കുകയും അവർക്ക് വേണ്ടി ഭക്ഷണങ്ങളൊക്കെ ക്രമീകരിക്കുകയും ചെയ്തു. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുവാൻ നമ്മുടെ എല്ലാ പുത്രികാ സംഘടനകൾക്കും കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമാണ്. ഒടുവിലൊരു വാക്ക്, നെല്ലിക്കമൺ IPC സഭ 100 വർഷങ്ങൾ പിന്നിടുമ്പോൾ എല്ലാ മഹത്വവും ഞാൻ ദൈവത്തിന് അർപ്പിക്കുകയാണ്. അനേക ദൈവദാസന്മാരുടെയും വിശ്വാസികളുടെയും പ്രാർത്ഥനയുടെയും സമർപ്പണത്തിന്റെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ സഭ. ഇവിടുത്തെ മണൽത്തെരികൾക്ക് പോലും ഓരോ കഥകൾ പറയാനുണ്ട്. ഇവിടുത്തെ കാറ്റിന് വിയർപ്പിന്റെ ഗന്ധമുണ്ട്. ഇന്ന് മനോഹരമായ ആലയവും അതിനോട് ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്. 1 ശമൂവേൽ 7:12 പറയുന്നു, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. Thus far the Lord has helped us. താബോർ നെല്ലിക്കമൺ IPC ഓരോ താബോറിയൻസിന്റെയും വികാരമാണ്. എന്റെ കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓരോ താബോറിയൻസിന്റെയും വികാരമാണ് നെല്ലിക്കമൺ IPC സഭ. വിശ്വാസത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുവാൻ പുതുതലമുറയ്ക്ക് കഴിയട്ടെ. പിതാക്കന്മാർ നമുക്ക് പകർന്നു നൽകിയ ആത്മീയ പൈതൃകം കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾക്ക് കഴിയട്ടെ. മഴ പെയ്തു തീർന്നാലും മരം പെയ്തുകൊണ്ടിരിക്കും. ഈ പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. സുവിശേഷ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നോട്ട് പോകുവാൻ നമ്മുടെ സഭയ്ക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേദിയിലുള്ള എന്റെ എല്ലാ കർത്തദാസന്മാർക്കും സ്നേഹിതർക്കും ഞാൻ പേരുകൾ പരാമർശിക്കുന്നില്ല. വളരെ ചെറിയ പ്രായം മുതൽ ഒരുപാട് ആത്മബന്ധമുള്ള പ്രിയപ്പെട്ടവരാണ്. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർമ്മിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.